ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ അച്ചിങ്ങ കൃഷിയും കോവൽ കൃഷിയുമാണ്. മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ അച്ചിങ്ങയും അതുപോലെ തന്നെ കോവലൊക്കെ കുറച്ച് ഉഷാറായി വന്നിട്ടുണ്ട്. കുറച്ച് അച്ചിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ചോദിച്ചാൽ പറിക്കുകയാണ്. കണ്ടോ, നല്ല നീട്ടമുള്ള അച്ചിങ്ങ പയറാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ബോക്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിലത്തായിരുന്നു വെച്ചിരുന്നത്. ഇത്തവണ ഞങ്ങൾ കുറച്ച് ബോക്സിൽ വളമൊക്കെ നിറച്ച് പ്ലാസ്റ്റിക് ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുല്ലിൻ്റെ ശല്യം കുറവ്. നമ്മൾ താഴെ വെച്ചാൽ നല്ല പുല്ലാണല്ലോ. നമ്മൾ മഴ പെയ്യുന്നത് കൊണ്ട് പുല്ലും കൂടും, അതുപോലെ തന്നെ വെള്ളവും കിട്ടും കൃഷിക്കൊക്കെ. എന്നാലും പുല്ല് നിറച്ച് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ബോക്സിലാണ് വെച്ച്. കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നല്ല ഇനം വിത്തുകൾ, നല്ല നീളമുള്ള അച്ചിങ്ങയാണ്. ഈ നല്ല വിത്താണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഫാം ക്ലബ്ബ് വഴി കൃഷിഭവനിൽ നിന്നാണ് ഈ വിത്ത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല വിത്താണ്. അച്ചിങ്ങാപ്പയറും നല്ല നീട്ടമുള്ള പയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത് മെറ്റൽ പൈപ്പ് നാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നെറ്റിട്ട് കൊടുത്തിരിക്കുകയാണ്. നെറ്റ് മുകളിലല്ല, വെർട്ടിക്കലായിട്ട് തന്നെ നെറ്റിട്ട് അച്ചിങ്ങ തൈകൾ അതിലേക്ക് പടർന്ന് കയറി അതിലാണ് അച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നത്. അതിനുള്ളിൽ നെറ്റും അതുപോലെ തന്നെ കയറും ഒക്കെ കെട്ടിക്കൊടുത്തിട്ടാണ് അവരിങ്ങനെ കയറി പോയാണ് അതിൽ ഇങ്ങനെ അച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് കുറേശ്ശെ കിട്ടാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഒക്കെ ഉഷാറായി, മഴവെള്ളം നന്നായിട്ട് വീഴുന്നത് കൊണ്ട് തന്നെ നല്ല ഉഷാറായി വരുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൻ്റെ അത്രയും ആയിട്ടില്ല ഈ പ്രാവശ്യം. എന്നാലും കുഴപ്പമില്ലാതെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് നിറച്ച് ഇപ്പം നമ്മൾ ഇതുപോലെയുള്ള അച്ചിങ്ങയിലാണെങ്കിലും കോവലിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് മിശ്റുണ്ട്. അപ്പം നമ്മൾ ആ മിശ്റുണ്ടെങ്കിൽ മിശ്റ് കളയാതിരിക്കുക ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ആ മിശ്റുള്ള സ്ഥലങ്ങളിലൊന്നും കേട് വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മിശ്റ് ഈ ചെറിയ പ്രാണികളെയൊക്കെ അല്ലെങ്കിൽ ഇതിനെ ആക്രമിക്കാൻ വരുന്ന കീടങ്ങളെയൊക്കെ അത് ഭക്ഷണമായിട്ട് എടുക്കുന്നത് കാരണം കീടങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് മിശ്റ് തട്ടിക്കളയണ്ട. മിശ്റ് ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളിലൊക്കെ ഇരുന്നോട്ടെ. മിശ്റിൻ്റെ കൂടൊക്കെ അവർ വയ്ക്കുമല്ലോ, ഇങ്ങനെ ഇലയൊക്കെ പൊതിഞ്ഞ് അതിനുള്ളിൽ മിശ്റിൻ്റെ കൂട് അവരുണ്ടാക്കുമല്ലോ, അത് കളയാതിരിക്കുക നല്ലത്. മിശ്റ് ഇതിലെ കൂടിയൊക്കെ ഓടി നടക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലയിൽ തിന്നുന്ന പുഴുക്കളും അതുപോലെ കീടങ്ങളും ഒക്കെ മിശ്റ് ഓടി നടന്ന് കഴിച്ചോളും. അതുകൊണ്ട് തന്നെ കീടങ്ങൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു മിശ്റുള്ളത് കൊണ്ടാണ്. നിറച്ച് മിശ്റുണ്ട്. ഞങ്ങളത് കളയാതെ അതിൽ തന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കോവലിലാണെങ്കിലും അച്ചിങ്ങയിലാണെങ്കിലും മിശ്റ് ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിശ്റിനെ നമ്മൾ ഓടിച്ച് കളയണ്ട. കണ്ടോ, ഇതുപോലെ ബോക്സിലാണ് ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിലത്താണ് വെച്ച്, ഇത്തവണ ഇങ്ങനെ വെച്ച് നോക്കി ഞങ്ങൾ. കുഴപ്പമില്ല. കണ്ടോ, ഇത്രയും അച്ചിങ്ങ കിട്ടി. ഇത് കോവലാണ്. ഇത് ഞങ്ങളുടെ കോവൽ. ഇതുപോലെ തന്നെ മെറ്റൽ പൈപ്പ് ഇവിടെ ഞങ്ങൾ വെർട്ടിക്കലായിട്ടല്ല, മുകളിലും താഴെയും മെറ്റൽ പൈപ്പ്, നല്ല വണ്ണമുള്ള മെറ്റൽ പൈപ്പ് നാട്ടി മുകളിലും അതുപോലെ തന്നെ വണ്ണം കുറഞ്ഞ മെറ്റൽ പൈപ്പ് പിടിപ്പിച്ചിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. പിടിപ്പിച്ചിട്ട് അതിലാണ് കോവൽ കയറ്റിയിരിക്കുന്നത്. പിന്നെ നെറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ മുകളിൽ നെറ്റ് ഇട്ട് കെട്ടി പിടിപ്പിച്ചിട്ടുണ്ട്. അതിലാണ് നമ്മളുടെ കോവൽ പടർന്ന് കയറി കോവയ്ക്ക ഉണ്ടാകുന്നത്.
കോവലിനൊക്കെ ഒരു സീസണാണല്ലോ. കുറച്ചുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ആ കോവലങ്ങ് പോകത്തില്ല, അതവിടെ നിൽക്കും. ഇലയൊക്കെ കരിഞ്ഞു പോയിട്ട് പിന്നെ രണ്ടാമത് ഇതുപോലെ മഴക്കാലവും അതുപോലെ നന്നായിട്ട് വെള്ളം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അത് നന്നായിട്ട് പുഷ്പിച്ച് കായ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ പതുക്കെ കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കോവയ്ക്ക ഒക്കെ ഉണ്ട്. ഞങ്ങളിപ്പം പച്ചക്കറിയൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. കുറേശ്ശെയൊക്കെ ഈ കോവയ്ക്കായിട്ടും അച്ചിങ്ങയായിട്ടും ഒക്കെ, അതുപോലെ വാഴയുടെ കൂമ്പ് ഓക്ക അതും അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളുടെ വീടുകളിൽ ഇതുപോലെയൊക്കെ വച്ച് പിടിപ്പിക്കാൻ നമ്മളെല്ലാം ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെല്ലാം കെമിക്കലാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു കോവലിൻ്റെ തണ്ടും അതുപോലെ കുറച്ച് അച്ചിങ്ങയൊക്കെ വെച്ച് പിടിപ്പിക്കും. പിന്നെ കപ്പങ്ങ അങ്ങനെയുള്ള കറികളൊക്കെയാണ് ഇപ്പം പച്ച വെജിറ്റബിളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ കയറും അങ്ങനെ ഇട്ട് കൊടുക്കും. അവർക്ക് പടർന്ന് മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് കയറ് കെട്ടി താഴത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഓരോ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുമല്ലോ, അതൊക്കെ പടർന്ന് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതാണ് കോവലിൻ്റെ പന്തൽ. കണ്ടോ, ഇതുപോലത്തെ മെറ്റൽ പൈപ്പാണ് നാട്ടിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലും ഇതുപോലെ മെറ്റൽ പൈപ്പൊക്കെ നാട്ടി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ്. ഇത് പൊന്നാങ്കണ്ണി ചീരയാണ്. കണ്ടോ, ഇത് നമുക്ക് തോരൻ വെച്ച് കൂട്ടാം. അതുപോലെ തന്നെ വേലിച്ചീര അതുകൊണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.